ജോർജിയയിൽ വിഷവാതകം ശ്വസിച്ച് 11 ഇന്ത്യക്കാർ മരിച്ചു. ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി അമിഷ പ്രദീപ് ചേരുന്നു. അമിഷ, വിഷവാതകം ശ്വസിച്ച് 11 ഇന്ത്യക്കാർ മരിച്ചു. വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ജോർജിയയിലെ ഗുഡൌറിയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് 12 പേരെ മരിച്ച നിലയിൽ കാണുന്നത്. ഇതിൽ 11 പേര് ഇന്ത്യക്കാരാണ്. മറ്റൊരാൾ ജോർജിയയിലെ പൗരൻ തന്നെയാണ്. ഇങ്ങനെ 11 ഇന്ത്യക്കാരും ഒരു ജോർജിയൻ പൗരനടക്കം 12 പേരെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ മരിച്ച നിലയിൽ കാണുന്നത്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു 2ാം നിലയിലാണ് ഇത്തരത്തിൽ 12 പേരെ മരിച്ച നിലയിൽ കാണുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചതാണ് ഇതിന് ഈ മരണ കാരണമായി പറയുന്നത്. എന്നാൽ ഈ പ്രാഥമിക പരിശോധനയിലൊന്നും തന്നെ ഒരു ആക്രമണത്തിനുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനയോ ലഭിച്ചിട്ടില്ല. ഈ ഒരു വിഷവാതകം ശ്വസിച്ചത് തന്നെയാണ് മരണ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ 12 പേരെ മരിച്ച നിലയിൽ കാണുന്നത്. ഇതിന് തൊട്ട് മുൻപുള്ള ദിവസം, അതായത് വെള്ളിയാഴ്ച, ഈ ഒരു റെസ്റ്റോറൻറ്റ് കെട്ടിടത്തിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എണ്ണയിൽ പ്രവർത്തിക്കുന്ന ജനറേറ്റർ ഓണാക്കിയതാണ് ഈ ഒരു വിഷവാതകം പടരുന്നതും ഇത് ശ്വസിക്കാനും ഇടയായ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ ഒരു സാഹചര്യത്തിൽ പ്രാഥമിക പരിശോധന കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള അക്രമങ്ങളുടെ ഒരു സൂചനയോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. 12 പേരെയാണ് വിഷവാതകം ശ്വസിച്ചത് മൂലം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കാണുന്നത്. ഇന്ത്യൻ എംബസിയാണ് ഈ ഒരു വിവരം പുറത്തറിയിക്കുന്നത്. ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് 2ാം നിലയിലാണ് ഇത്തരത്തിൽ 12 പേരെ മരിച്ച നിലയിൽ കാണുന്നത്. വൃന്ദ. ശരി, ജോർജിയയിൽ വിഷവാതകം ശ്വസിച്ച് 12 പേർ മരിച്ചു. മരിച്ചവരിൽ 11 പേർ ഇന്ത്യക്കാരാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അമിഷ.